എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലുള്ള അകാൽ और उसके बाद എന്ന കവിതയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കുട്ടികളെ, ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളുടെ ഏതെങ്കിലും വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അവ നിർബന്ധമായും കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, 10वीं कक्षा की हिंदी पाठ्य पुस्तिका की तीसरी इकाई में 3 पाठ है. പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് ഉള്ളത്. पहला पाठ अकाल और उसके बाद नामक एक कविता है. ഇതിൽ ഒന്നാമത്തെ പാഠം അകാൽ और उसके बाद എന്ന പേരുള്ള ഒരു കവിതയാണ്. प्राकृतिक एवं सामाजिक संतुलन को कायम रखने की आवश्यकता बताने वाली एक कविता. പ്രാകൃതികവും സാമൂഹികവുമായ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകത സൂചിപ്പിക്കുന്ന ഈ കവിത ഹിന്ദി കെ വിഖ്യാത സാഹിത്യകാർ നാഗാർജുൻ കി ഹെ. ഹിന്ദിയിലെ വിഖ്യാതനായ സാഹിത്യകാരൻ നാഗാർജുൻ എഴുതിയതാണ്. दूसरे पाठ का नाम है ठाकुर का कुआं. രണ്ടാമത്തെ പാഠത്തിന്റെ പേര് ठाकुर का कुआं എന്നാണ്. जाति संबंधी सामाजिक असमानता का चित्रण करने वाली एक कहानी. ജാതി സംബന്ധമായ സാമൂഹികമായ അസമത്വത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്ന ഈ കഥ ഹിന്ദി കെ സർവശ്രേഷ്ഠ കഥാകാർ പ്രേംചന്ദ് കി ഹെ. ഹിന്ദി സാഹിത്യത്തിലെ ശ്രേഷ്ഠ കഥാകൃത്തായ प्रेमचंदिൻ്റെതാണ്. और इनके अलावा अतिरिक्त वाचन के लिए भोजन की महत्ता बताने वाली एक छोटी कहानी भी है. അപ്പോൾ ഈ 2 പാഠഭാഗങ്ങളും കൂടാതെ അതിരിക്ത് വാചൻ കേലിയെ എക്സ്ട്രാ റീഡിങ്ങിന് അല്ലെങ്കിൽ അഡീഷണൽ റീഡിങ്ങിനായിട്ട് ഭോജൻ കി महत्ता बताने वाली ഭക്ഷണത്തിൻ്റെ മഹാത്മ്യം വിളിച്ചോതുന്ന एक छोटी कहानी भी है. ഒരു ചെറിയ കഥയുമുണ്ട്. കഹാനി കാ നാം ഹെ ഏക് ധാൽ ചാന്ദ് ഭര. കഥയുടെ പേര് ഏക് ധാൽ ചാന്ദ് ഭര എന്നാണ്. കഹാനിക്കാർ കാ നാം ഹെ അനന്ത് ഗംഗോല. കഥാകൃത്തിന്റെ പേര് അനന്ത് ഗംഗോല എന്നാണ്. ठीक है बच्चों, आज के क्लास में हमें अकाल और उसके बाद नामक कविता से പരിചിത് ഹോനാ ഹെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അകാൽ और उसके बाद എന്ന പേരുള്ള നാഗാർജുന്റെ കവിതയാണ് പരിചയപ്പെടേണ്ടത്. कविता की ओर जाने से पहले मैं आप लोगों का ध्यान आपकी हिंदी पाठ्यपुस्तिका की पन्ना संख्या 51 में दिया हुआ एक चित्र की ओर ले जाना चाहता हूं. അപ്പോൾ അകാൽ और उसके बाद എന്ന പേരുള്ള കവിത പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ 51ാമത്തെ പേജിലുള്ള ആ ചിത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. देखिए चित्र में क्या क्या दिखाई देते हैं. അപ്പോൾ ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? हाँ, चित्र में तोता, हिरण, सांप, मछलियां जैसे जीव जंतु है. അപ്പോൾ ചിത്രത്തിൽ തത്ത, ഹിരൺ മാൻ, സാമ്പ് പാമ്പ്, മച്ഛലിയ മത്സ്യങ്ങൾ മുതലായ ജീവജാലങ്ങളും നദി, പേട് പൗധെ ഫൽ നദി, വൃക്ഷലതാദികൾ, പഴവർഗ്ഗങ്ങൾ ആദി ദിഖായി ദേത്തെ ഹെ മുതലായവയും കാണാൻ കഴിയുന്നുണ്ട്. तो देखिए ये सभी प्रकृति से मिलजुल कर जीवन बिताते हैं. ठीक है ना? അപ്പോൾ നോക്കുക, ഈ എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നാണ് ജീവിക്കുന്നത്. ശരിയല്ലേ? इस पृथ्वी पर रहने वाले
इन सभी जीव जंतुओं का यहाँ की मिट्टी से अटूट संबंध है. इस पृथ्वी पर रहने वाले, അപ്പൊ ഈ ഭൂമിയിൽ വസിക്കുന്ന इन सभी जीव जंतुओं का, ഈ എല്ലാ ജീവജാലങ്ങൾക്കും यहाँ की मिट्टी से अटूट संबंध है. ഇവിടുത്തെ ഈ മണ്ണുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അതാ ഹമേ യേ മാനന പടേഗ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കാര്യം അംഗീകരിക്കേണ്ടി വരും. കി ചാഹെ മാനവ് ഹോ യാ അന്യ ജീവജന്തുവേ, അതായത് ഒരുപക്ഷെ മനുഷ്യനായിരുന്നാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവജാലമായിരുന്നാലും, യഹാൻ കി മിഠി ഇവിടുത്തെ മണ്ണിനുമേലും, ജൽ ജലം, വായു ഈ പ്രകൃതിയിലെ വായു, ഭോജൻ ഇവിടെയുള്ള വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ, ആദി സബ്കെ സബ്ബർ മുതലായ എല്ലാറ്റിന്മേലും സമാൻ അധികാർ ഹെ, ഒരുപോലെയുള്ള അധികാരമാണ് ഉള്ളത്. ഇക്കാര്യം നാം ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. കാരണം ഈ പ്രകൃതി കേവലം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഈ പ്രകൃതിയുടെ മേൽ സമാനമായ അധികാരമുണ്ട്, അല്ലെങ്കിൽ തുല്യമായ അധികാരമുണ്ട്. तो देखिए बच्चों, यहाँ चित्र के नीचे क्या लिखा है? അപ്പോൾ നോക്കുക, ഈ ചിത്രത്തിന് ചുവട്ടിലായിട്ട് क्या लिखा है, എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. हाँ, यहाँ लिखा है हरेक सभी के लिए, सब हरेक के लिए. सुनिए പ്രകൃതി की पुकार. അപ്പൊ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഹരേക് സഭി കെ ലിയെ. इसका मतलब क्या है? ഈ പ്രകൃതിയിലെ ഹരേക് ഓരോ വസ്തുവും സഭി കെ ലിയെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതായത് പ്രകൃതി വിഭവങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അവയിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ് ഉള്ളത്. അതുപോലെ തന്നെ സബ് ഈ പ്രകൃതിയിലുള്ളതെല്ലാം ഹരേക് കെ ലിയെ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. അതായത് ഈ പ്രകൃതിയിലെ സകലത്തിലും ഓരോരുത്തർക്കും അവകാശമുണ്ട് എന്നുള്ളതാണ്. സുനേം പ്രകൃതി കി പുകാർ. അതുകൊണ്ട് നമുക്കേവർക്കും പ്രകൃതിയുടെ ആ വിളിക്കായി കാതോർക്കാം. കുട്ടികളെ, നമുക്കറിയാം പലപ്പോഴും ഈ പ്രകൃതി നിയമങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്ന്. മനുഷ്യർ എല്ലാറ്റിന്മേലും തൻ്റെ അധികാരം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് എല്ലായ്പ്പോഴും നടത്തി വരുന്നത്. അവർ തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കായി പ്രകൃതിയെ ചൂഷണം ചെയ്തു വരുന്നു. പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ ഈ കടന്നുകയറ്റം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. തത്ഫലമായി പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളും ക്ഷാമവുമൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ടും വരുന്നുണ്ട്. ठीक है बच्चों, अब हमें ध्यान देना है अकाल और उसके बाद नामक कविता की ओर. ഇനി നമുക്ക് അകാൽ और उसके बाद എന്ന പേരുള്ള കവിത ശ്രദ്ധിക്കാം. കവി കാ നാം ഹെ നാഗാർജുൻ. അപ്പോൾ നാഗാർജുൻ എന്ന പേരുള്ള വിഖ്യാത കവിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. देखिए, कवि नागार्जुन के बारे में आपकी हिंदी पाठ्यपुस्तिका में क्या लिखा है? നാഗാർജുൻ എന്ന ആ വിഖ്യാത കവിയെ കുറിച്ച് നിങ്ങളുടെ ഹിന്ദി പാഠപുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. हिंदी के विख्यात कवि नागार्जुन का जन्म 30 जून 1911 को बिहार में हुआ. ഹിന്ദിയിലെ വിഖ്യാത കവിയായ നാഗാർജുന്റെ ജനനം 30 ജൂൺ 1911 को 1911 ജൂൺ മാസം 30-ാം തീയതി ബീഹാറിൽ ആയിരുന്നു. आपकी मृत्यु 5 നവംബർ 1998 को हुआ. അദ്ദേഹത്തിന്റെ മരണം 1998 നവംബർ മാസം 5-ാം തീയതിയായിരുന്നു. आप हिंदी के प्रगतिशील साहित्यकार है. അദ്ദേഹം ഹിന്ദിയിലെ പ്രഗതിശീൽ സാഹിത്യകാർ ഹെ. പ്രഗതിശീൽ മാനെ പ്രോഗ്രസീവ്, പുരോഗമന ചിന്താഗതിക്കാരനായ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. आपने हिंदी के अलावा मैथिली, संस्कृत और बंगला में भी रचनाएं की है. അദ്ദേഹം നാഗാർജുൻ ജി ഹിന്ദി के अलावा ഹിന്ദി ഭാഷയെ കൂടാതെ
मैथिली, സംസ്കൃതം, ബംഗ്ല മുതലായ ഭാഷകളിൽ രചനയും की है. ഒത്തിരി സാഹിത്യ രചനകൾ നടത്തിയിട്ടുണ്ട്. लोक जीवन, प्रकृति और समकालीन राजनीति आपकी रचनाओं के मुख्य विषय रहे हैं. लोक जीवन ജനജീവിതവും പ്രകൃതിയും और समकालीन राजनीति സമകാലീന രാഷ്ട്രീയവുമൊക്കെ आपकी रचनाओं के मुख्य विषय रहे हैं. അദ്ദേഹത്തിന്റെ സാഹിത്യ രചനയ്ക്ക് പ്രധാന വിഷയമായിട്ടുണ്ട്. युगधारा, प्यासी पथराई आंखें, सदरंगी पंखों वाली, तालाब की मछलियां आदि മുതലായവ आपकी प्रमुख കാവ്യകൃതിയാ है. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കാവ്യ രചനകളാണ്. ठीक है बच्चों, अब कविता की ओर ध्यान दीजिए. इन्हें നിങ്ങൾ കവിത ശ്രദ്ധിക്കുക. कविता का नाम है अकाल और उसके बाद. അപ്പോൾ കവിതയുടെ പേര് अकाल और उसके बाद എന്നാണ്. तो बच्चों बताइए ये अकाल का मतलब क्या है? എന്താണ് ഈ अकाल എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? हाँ, अकाल का अर्थ है ക്ഷാമം, ഫാമിൻ, അല്ലെങ്കിൽ എക്സ്ട്രീം സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്തിൻ്റെയെങ്കിലും ഇല്ലായ്മയെ, പ്രത്യേകിച്ചും ഭക്ഷ്യവസ്തുക്കളുടെ ഇല്ലായ്മയെ അല്ലെങ്കിൽ ദൗർലഭ്യത്തെയാണ് ക്ഷാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാരിദ്ര്യവും വരൾച്ചയും എല്ലാം ക്ഷാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആഹാരവും ശുദ്ധജലവും ദീർഘനാൾ കിട്ടാതിരിക്കുന്ന അവസ്ഥയാണ് ക്ഷാമം. വരൾച്ചയും വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭങ്ങളും കൃഷിനാശവും യുദ്ധക്കെടുതികളും എല്ലാം തന്നെ ക്ഷാമത്തിന് കാരണമായി തീരാറുണ്ട്. बच्चों, हम जानते हैं कि अकाल का असर केवल मनुष्य पर ही नहीं. ഇപ്പൊ നമുക്കറിയാം ക്ഷാമത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രഭാവം അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം കേവലം മനുഷ്യരിൽ മാത്രമല്ല ഉണ്ടാകുന്നത്, ബൽക്കി പൂരെ സമാജ് പർ പഡ്താ ഹൈ. ഈ സമൂഹത്തെ മുഴുവൻ അത് സ്വാധീനിക്കുന്നുണ്ട്. अकाल में खाद्य वस्तुएं, पानी आदि की कमी से सभी जीव जंतुएं पीड़ित रहते हैं. ഇപ്പോൾ ഈ ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ശുദ്ധജലത്തിന്റെയും അഭാവത്താൽ എല്ലാ ജീവജാലങ്ങളും ബുദ്ധിമുട്ടുന്നുണ്ട്. देखिए यहाँ 8 पंक्तियों वाली इस छोटी कविता में नागार्जुन जी ने अकाल और उसके बाद की दशा का सुंदर चित्रण प्रस्तुत किया है. ഇവിടെ അകാൽ और उसके बाद എന്ന പേരുള്ള ഈ കവിതയിലൂടെ, കേവലം 8 വരികൾ മാത്രമുള്ള ഈ കവിതയിലൂടെ കവി നാഗാർജുൻ ക്ഷാമമുള്ള സമയത്തെയും അതിനുശേഷമുള്ള അവസ്ഥയെയും വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുകയാണ്. पहली 4 पंक्तियों में कवि ने अकाल की दुर्दशा का वर्णन किया है. ആദ്യത്തെ 4 വരികളിൽ കവി ക്ഷാമമുള്ള സമയത്തെ ആ ഒരു ദുരിതപൂർണമായ ജീവിതത്തെ ആണ് ചിത്രീകരിക്കുന്നത് എങ്കിൽ तो शेष पंक्तियों में अकाल के बाद की खुशी का चित्रण किया है. ശേഷിക്കുന്ന 4 വരികളിൽ അല്ലെങ്കിൽ അവസാനത്തെ 4 വരികളിൽ ക്ഷാമത്തിന് ശേഷമുള്ള ആ സന്തോഷം നിറഞ്ഞ സാഹചര്യത്തെയാണ് ചിത്രീകരിക്കുന്നത്. तो बच्चों, अब पहली 4 पंक्तियों की ओर जरा ध्यान दीजिए. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ 4 വരികളൊന്ന് ശ്രദ്ധിക്കുക. देखिए अकाल की दुर्दशा का चित्रण कवि ने किस प्रकार किया है. അപ്പോൾ ഇവിടെ ക്ഷാമമുള്ള ആ സമയത്തെക്കുറിച്ച് കവി എപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. कविता की पंक्तियां देखिए. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया, सोई उनके पास. कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. देखिए इन पंक्तियों के द्वारा कवि हमसे क्या बताना चाहते हैं. ഇപ്പോൾ നോക്കുക, ഈ വരികളിലൂടെ എന്താണ് കവി നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്.
അപ്പൊ നാം നേരത്തെ സൂചിപ്പിച്ചതാണ്, ക്ഷാമത്തിന്റെ ഒരു ദുരന്ത മുഖമാണ് ഈ ആദ്യത്തെ 4 വരികളിലൂടെ കവി പ്രതിപാദിക്കുന്നത് എന്ന്. देखिए, कई दिनों तक चूल्हा रोया, कई दिनों तक, ഒത്തിരി നാളായി അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി ചൂൽഹ രോയ. ചൂൽഹ മേനെ അടുപ്പ് അല്ലെങ്കിൽ ഹാത്ത് അല്ലെങ്കിൽ ഫയർ പ്ലേസ് എന്ന് പറയാം. देखिए, कई दिनों तक ചൂൽഹ രോയ. അപ്പൊ ഒരുപാട് നാളായി ചൂൽഹ രോയ, രോന മേനെ കരയുക. ഒരുപാട് നാളായി അടുപ്പ് കരഞ്ഞു. ചക്കി രഹി ഉദാസ്. ചക്കി കാ മത്ലബ് ഹെ തിരിക്കല്, യാനി ഗ്രൈൻഡിങ് സ്റ്റോൺ. അപ്പൊ നമുക്കറിയാം, ധാന്യങ്ങൾ പൊടിക്കുന്നതിനായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ തിരിക്കല്ലിനെയാണ് ചക്കി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചക്കി രഹി ഉദാസ്. ആ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ധാന്യങ്ങൾ പൊടിക്കുവാനായി ഉപയോഗിച്ചിരുന്ന ആ തിരിക്കല്ല് ഉദാസ് പഠാരഹാഹെ, ഒരു ഭാഗത്ത് വളരെയധികം ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ ഉദാസീനമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. നോക്കുക, ഇവിടെ നമുക്കറിയാം, വീട്ടിൽ സാധാരണയായി ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന 2 അവശ്യ വസ്തുക്കളാണ്. ഒന്ന് ചൂൽഹ, മറ്റൊന്ന് തിരിക്കല്ല് അല്ലെങ്കിൽ ധാന്യങ്ങൾ പൊടിക്കുവാൻ ഉപയോഗിക്കുന്ന കല്ല്. അപ്പൊ നമുക്കറിയാം, ദോനോ അചേതൻ വസ്തുവേഹെ, ഇവ രണ്ടും അടുപ്പായിരുന്നാലും അല്ലെങ്കിൽ ചക്കി തിരിക്കല്ലായിരുന്നാലും അചേതൻ വസ്തുവേഹെ, ജീവനില്ലാത്ത വസ്തുക്കളാണ്. അപ്പൊ ഇവിടെ നിർജീവമായ ആ വസ്തുക്കൾ ഒന്ന് കരഞ്ഞുവെന്നും മറ്റൊന്ന് ഉദാസീനമായിരിക്കുന്നുവെന്നും ചിത്രീകരിക്കുന്നതിലൂടെ എന്താണ് കവി അർത്ഥമാക്കുന്നത്? അപ്പൊ നമുക്കറിയാം, ഇവ രണ്ടും ജീവനില്ലാത്ത വസ്തുക്കളാണ്. അവയ്ക്ക് കരയുവാനോ ഉദാസീനമായി ഇരിക്കുവാനോ സാധിക്കില്ല. അപ്പൊ പിന്നെ എന്താണ് ഈ ഒരു പ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വരിയിലൂടെ കവി അർത്ഥമാക്കുന്നത്? ചൂൽഹേക്ക് രോനേക്കാ മത്ലബ് ഹെ. അപ്പൊ ഇവിടെ അടുപ്പ് കരഞ്ഞു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൈ ദിനോം ഖാന പകായെ ബിന. അപ്പൊ ഒത്തിരി നാളായി വീട്ടിൽ ഭക്ഷണമൊന്നും പാകം ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആഗ് ജലായെ ബിന, തീയൊന്നും കത്തിക്കാത്തത് കൊണ്ട് തന്നെ ചൂൽഹ ബുജേ രഹിനാഹെ, അടുപ്പ് അങ്ങനെ തീ കെട്ട അവസ്ഥയിൽ കിടക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഒന്നായി ആ വീട്ടിൽ അവശേഷിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ചക്കി രഹി ഉദാസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആ വീട്ടിലെ തിരിക്കല്ല് അല്ലെങ്കിൽ ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ആ കല്ല് ഉദാസീനമായിരിക്കുന്നു എന്നാ പറയുന്നത്. ചക്കി കാ ഉദാസ് ഹോനെ കാ മത്ലബ് ഹെ. അപ്പൊ ഇവിടെ ആ തിരിക്കല്ല് ഉദാസീനമായിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പീസ്നെ കെ ലിയെ ദാന ന മിൽനെ സെ. അപ്പൊ പൊടിക്കുന്നതിന് ധാന്യങ്ങൾ ഒന്നും തന്നെ ലഭ്യമാകാത്തത് കൊണ്ട് ചക്കി ബേക്കാർ ഹോനാ ഹെ. ആ തിരിക്കല്ല് അവിടെ ബേക്കാർ ചീസ് കെ സമാൻ പടാ രഹാ ഹെ. ഒരു യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുവായി അത് അടുക്കളയുടെ ഭാഗത്ത് അവശേഷിക്കുന്നു എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ആകെ കി പങ്ക്തി ദേഖിയേ, കൈ ദിനോം തക് കാനി കുതിയ സോയി ഉൻകെ പാസ്. കൈ ദിനോം തക്, ഒത്തിരി നാളായി, കാനി കുതിയ, കാനി മേന് ഒറ്റ കണ്ണുള്ള, ഓൺ ഐഡ്, കുതിയ മേന് പെൺപട്ടി, ബിച്ച്. കാനി കുതിയ, ആ വീട്ടിലെ ഒറ്റക്കണ്ണുള്ള ആ പെൺപട്ടി, സോയി ഉൻകെ പാസ്, അത് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. വിശന്നു വലഞ്ഞ് അത് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഉൻകെ പാസ്, അവയുടെ അടുത്തായി. അതായത് നാം നേരത്തെ പ്രതിപാദിച്ച ആ തീ കെട്ടുകിടക്കുന്ന അടുപ്പിനും അതുപോലെ തന്നെ പൊടിക്കാനായി ധാന്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ കിടക്കുന്ന ആ തിരിക്കലിനും അടുത്തായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ വിശന്നു വലഞ്ഞ് കിടന്നുറങ്ങുകയാണ് ആ വീട്ടിലെ ഒറ്റക്കണ്ണുള്ള ആ പെൺപട്ടി. आगे की पंक्ति देखिए, कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों तक, ഒരുപാട് നാളായി, ഭീത് പർ, ഭീത് മേനെ ദീവാർ, ഭിത്തി എന്നർത്ഥം, വീടിന്റെ ആ ചുമരിൽ, छिपकलियों की गश्त, छिपकലി, छिपकലി മേനെ പല്ലി, ലിസാർഡ്. അപ്പൊ ആ വീട്ടിലെ പല്ലികളൊക്കെയും ഭീത് പർ ഗസ്ത് കർനെ ലഗി ഹെ. ആ വീടിന്റെ ചുമരിലൂടെ, ഗസ്റ്റ് മേനെ ഉലാത്തൽ, പെട്രോൾ എന്നർത്ഥം. അപ്പൊ ആ വീട്ടിലെ പല്ലി ചുമരിലൂടെ ഉലാത്തുകയാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കൈ ദിനോം തക് ലഗി ഭീത് പർ ചിപ്കലിയോം കി ഗസ്ത്. ഒരുപാട് നാളായി ആ വീടിന് ചുമരിലൂടെ ചിപ്കലിയോം കി ഗസ്ത് ലഗി ഹെ. അപ്പൊ വീട്ടിലുള്ള ചിപ്കലിയോം കി, പല്ലികളൊക്കെയും എന്ത് ചെയ്യുകയാണ്? ഗസ്ത് കർനെ ലഗി ഹെ. ഗസ്ത് മേനെ അവിടെയും ഇവിടെയും ഇങ്ങനെ
ഉലാത്തുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ ഒത്തിരി നാളായി ഭക്ഷണമൊന്നും കിട്ടാതെ, കഴിക്കുന്നതിന് ഒരു പ്രാണിയെ പോലും കിട്ടാതെ വീട്ടിലെ പല്ലികളൊക്കെയും വിശന്നു വലഞ്ഞ് പരക്കം പായുന്നൊരവസ്ഥയാണ് അവിടെയുള്ളത്. ചുമരിലൂടെ അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയാണ്, ഒരു ചെറിയ പ്രാണിയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ. എന്തുകൊണ്ടാണ് ആ വീട്ടിലെങ്ങനെ പ്രാണികളില്ലാതായത്? കാരണം നമുക്കറിയാം, ക്ഷാമമാണ്, ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തന്നെ വീട്ടിലില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിനായിട്ടുള്ള ചെറു പ്രാണികളുമില്ല. അതുപോലെ തന്നെ വീട്ടിൽ രാത്രികളിൽ തിരി തെളിക്കുന്നില്ല. കാരണം കഴിക്കാനായി ഒരു തരി ധാന്യം പോലും ഇല്ലാത്തിടത്ത് എങ്ങനെ തിരി തെളിക്കാനുള്ള എണ്ണ ഉണ്ടാവാനാണ്? അപ്പൊ അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റമാണ്. രാത്രിയിൽ വിളക്കുകൾ തെളിയാത്ത, ഒരു തരി ഭക്ഷണം പോലും ഇല്ലാത്ത ആ വീട്ടിൽ ഒരു ചെറു പ്രാണികളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വീട്ടിലെ പല്ലികളൊക്കെയും ചുമരിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കുകയാണ്, ഒരു ചെറു പ്രാണിയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ. ആകെ की पंक्ति देखिए, कई दिनों तक चूहों की भी हालत रही शिकस्त. कई दिनों तक, ഒരുപാട് നാളായി, ചൂഹോം കീഫി, ആ വീട്ടിലെ ചൂഹമേനെ എലി, ചൂഹോം കീഫി, ആ വീട്ടിൽ താമസിക്കുന്ന എലികളുടെയും ഹാലത്ത് രഹി ശിഖസ്ത്, അവയുടെ ഹാലത്ത് അവസ്ഥ, അവയുടെ അവസ്ഥയും ശിഖസ്ത്, ശിഖസ്ത് മേനെ പരാജയം, തികച്ചും പരാജയപൂർണമായ അവസ്ഥയാണ് ആ വീട്ടിലെ എലികൾക്കുമുള്ളത്, അല്ലെങ്കിൽ ആ നാട്ടിലെ എലികൾക്കുമുള്ളത്. കാരണം ഒരു തരി ധാന്യം പോലും ഇല്ലാത്ത ആ നാട്ടിൽ അവർക്ക് ഈ വീട്ടിൽ നിന്നല്ല മറ്റൊരിടത്തും ചെന്ന് ഒരു ആഹാര പദാർത്ഥവും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. देखिए बच्चों, यहाँ हमें मालूम हुआ है कि അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് अकाल की दुर्दशा का प्रभाव केवल मानव पर ही नहीं. അപ്പോൾ ക്ഷാമത്തിന്റെ ആ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ വരുന്നത് കേവലം മനുഷ്യർ മാത്രമല്ല, ബൽക്കി പിന്നെയോ സമാജിക്ക് സഫി ജീവജന്തുവും पर भी अकाल की दुर्दशा का प्रभाव पड़ता है, समान रूप से पड़ता है. സമൂഹത്തിലെ എല്ലാ ജീവജാലങ്ങളിലും ആ ക്ഷാമത്തിന്റെ ദുരിതം ഒരുപോലെ തന്നെ എപ്രകാരമാണോ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്നത്, അപ്രകാരം തന്നെ അവർക്കും ജീവജാലങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. देखिए बच्चों, इन पंक्तियों की एक विशेषता यह है कि यहाँ कहीं भी कवि ने मानव के बारे में कोई सूचना नहीं दी है. അപ്പോ നാം ഇവിടെ വായിച്ചു കേട്ട ഈ വരികളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ വരികളിൽ ഒരിടത്തും തന്നെ കവി മനുഷ്യരെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. ഇവിടെ ചൂൽഹ, ചക്കി തുടങ്ങിയ നിർജീവ വസ്തുക്കളെയും അതുപോലെ തന്നെ കാനി കുത്തിയ, ചിപ്കലി, ചൂഹ മുതലായവയെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോഴും അവിടെ ഒന്നും തന്നെ മനുഷ്യരെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. फिर भी इन पंक्तियों से व्यक्त होता है कि घर के और समाज के सभी मानव अकाल से पीड़ित है. എന്നാൽ ഈ വരികളിലൂടെ വളരെ വ്യക്തമാകുന്നുണ്ട്, അല്ലെങ്കിൽ പറയാതെ പറയുന്നുണ്ട്, വീട്ടിലെയും അല്ലെങ്കിൽ സമൂഹത്തിലെയും എല്ലാ മനുഷ്യരും ആ ക്ഷാമത്തിന്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന്. तो देखिए बच्चों, यहाँ इस कविता की पहली पंक्ति में चूल्हे का रोना और चक्की का उदास होना लिखा है. അപ്പോൾ ഇവിടെ ഈ കവിതയുടെ ആദ്യത്തെ വരിയിൽ ചൂൽഹെ കാ രോന എന്നും ചക്കി കാ ഉദാസ് ഹോന എന്നും പ്രതിപാദിക്കുന്നുണ്ട്. അടുപ്പ് കരയുന്നു എന്നും ധാന്യങ്ങൾ പൊടിക്കുന്ന തിരിക്കല്ല് ഉദാസ് ഹോന ഉദാസീനമായിരിക്കുന്നുവെന്നും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഇസ്കാ മത്ലബ് ക്യാ ഹെ, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അടുപ്പ് കരയുന്നു എന്നും ധാന്യങ്ങൾ പൊടിക്കുന്ന ആ തിരിക്കല്ല് ഉദാസീനമായിരിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? हाँ, यहाँ चूल्हे के रोने का मतलब है कि खाना पकाए बिना, यानी आग जलाए बिना चूल्हा बुझे रखना है. അപ്പൊ ഇവിടെ ചൂൽഹെ കാ രോന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഖാന പകായെ ബിന, ഭക്ഷണമൊന്നും പാചകം ചെയ്യാതെ, അല്ലെങ്കിൽ ആ ജലായെ ബിന, അടുപ്പിൽ തീയൊന്നും കത്തിക്കാത്തത് കാരണം ചൂൽഹ ബുഛേ രഹിനാഹെ, അടുപ്പ് കെട്ടുകിടക്കുന്ന അല്ലെങ്കിൽ തീ അണഞ്ഞു കിടക്കുന്ന
ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ദീർഘനാളായി ആ വീട്ടില് അടുപ്പിൽ തീ കത്തിയിട്ടില്ല എന്നർത്ഥം. और चक्की का उदास होने का मतलब है कि पीसने के लिए दाना न मिलने के कारण ചക്കി ബേക്കാർ होना है. അപ്പൊ ഇവിടെ ധാന്യങ്ങൾ പൊടിക്കുന്ന ആ തിരിക്കല്ല് ഉദാസീനമായിരിക്കുന്നു അല്ലെങ്കിൽ വല്ലാതെ ഗ്ലൂമി ആയിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പീസ്നെ കെ ലിയെ ദാന ന മിൽനെ കെ കാരൻ. പീസ്നെ മേനെ പൊടിക്കുക. അപ്പൊ പൊടിക്കുന്നതിന് ധാന്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചക്കി ബേക്കാർ ഹോനാകെ, ആ തിരിക്കല്ല് അവിടെ ഉപയോഗശൂന്യമായി അവിടെ കിടക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. देखिए कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ഇപ്രകാരം പ്രതിപാദിച്ചുകൊണ്ട് ये पंक्तियां किस हालत की ओर इशारा करती है? ഏത് അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? हाँ, ജീവജന്തുവും की बुरी हालत का ചിത്രം करते हुए. അപ്പൊ ഈ വരികളിലൂടെ ആ വീട്ടിലെ ജീവജാലങ്ങളുടെ ബുരി ഹാലത് കാ ചിത്രം करते हुए, ദയനീയമായ അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് കവി യഹാ അകാൽ की दुर्दशा की ओर इशारा करते हैं. ക്ഷാമത്തിന്റെ ആ ദുർദശയെയാണ് അല്ലെങ്കിൽ ദുരിതപൂർണമായ ആ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. कवि के मत में अकाल का प्रभाव केवल मानव पर ही नहीं. അപ്പോൾ കവിയുടെ അഭിപ്രായത്തിൽ ക്ഷാമത്തിന്റെ ആ ഒരു പ്രഭാവം അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം കേവൽ മാനവ पर ही नहीं, കേവലം മനുഷ്യരെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്, ബൽക്കി സഫി ജീവജന്തുവോ पर भी पड़ता है. പിന്നെയോ എല്ലാ ജീവജാലങ്ങളെയും ക്ഷാമം വല്ലാതെ ബാധിക്കുന്നുണ്ട്. तो देखिए बच्चों, पहली 4 पंक्तियों में कवि ने अकाल का चित्रण किस प्रकार किया है? तो ഇവിടെ ഈ ആദ്യത്തെ 4 വരികളിലൂടെ കവി ആ ക്ഷാമത്തെ കുറിച്ച് എപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഹാ, അകാൽ മേ, ആ ക്ഷാമം ഉള്ള അവസ്ഥയിൽ ചൂൽഹേ കാ രോന, അടുപ്പ് കരയുന്നു. ചക്കി കാ ഉദാസ് ഹോന, ധാന്യങ്ങൾ പൊടിക്കുന്ന ആ തിരിക്കല്ല് വല്ലാതെ ഉദാസീനമായിരിക്കുന്നു. കാനി കുത്തിയാക്ക സോന, ഒറ്റക്കണ്ണുള്ള ആ പെൺപട്ടി അടുപ്പിനും ആ ധാന്യങ്ങൾ പൊടിക്കുന്ന തിരിക്കലിനും അടുത്തായി വിശന്നു വലഞ്ഞ് കിടന്നുറങ്ങുന്നു. ഭീത് പർ ചിപ്കലിയോം കി ഗസ്ത്, ചുമരിൽ പല്ലികൾ ഭക്ഷണം കിട്ടാതെ പരക്കം പായുന്നു. ശിഗസ്ത് ഹാലത് വാലെ ചൂഹെ, വളരെയധികം പരാജയപൂർണമായ അവസ്ഥയുള്ള എലികൾ, അതായത് ആഹാരത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന എലികൾ. ഇത്തരത്തിലാണ് ക്ഷാമമുള്ള അവസ്ഥയെക്കുറിച്ച് കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ठीक है बच्चों, कविता के आगे की पंक्तियों की ओर जरा ध्यान दीजिए. वो കവിതയുടെ തുടർന്നുള്ള വരികൾ ശ്രദ്ധിക്കുക. देखिए बच्चों, पहली 4 पंक्तियों में कवि ने अकाल की दुर्दशा का चित्रण किया है. तो ആദ്യത്തെ 4 വരികളിലൂടെ കവി ക്ഷാമത്തിന്റെ ഭീകരതയാണ് സൂചിപ്പിച്ചത് എങ്കിൽ इन अंतिम 4 पंक्तियों में अकाल के बाद की स्थिति का चित्रण करते हैं. അപ്പൊ ഈ 4 വരികളിലൂടെ ക്ഷാമത്തിന് ശേഷമുള്ള ഒരു സാഹചര്യത്തെയാണ് അല്ലെങ്കിൽ ക്ഷാമം മാറുന്ന ഒരു സാഹചര്യത്തെയാണ് ചിത്രീകരിക്കുന്നത്. पंक्तियां देखिए. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उठी घर पर की आंखें कई दिनों के बाद, कौवे ने खुजलाई पंखें कई दिनों के बाद. देखिए, दाने आए घर के अंदर कई दिनों के बाद, दाना मैंने ധാന്യം, ദാനെ ആയി ധാന്യം വന്നു. എവിടേക്ക് വന്നു? ഘർ കെ അന്തർ, വീട്ടിനുള്ളിലേക്ക്. അതായത് കുറച്ച് ധാന്യം ലഭിക്കുകയുണ്ടായി. അതും കൈ ദിനോം കെ ബാദ്, ഒത്തിരി നാളുകൾക്ക് ശേഷം. അപ്പൊ കുറെ കാലത്തെ ക്ഷാമം നിറഞ്ഞ ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം അല്ലെങ്കിൽ ദുരിതപൂർണമായ ആ ഒരു ജീവിത സാഹചര്യത്തിന് ശേഷം ഘർ കെ അന്തർ ദാനെ ആയി, വീട്ടിനുള്ളിലേക്ക് ധാന്യം വന്നു. അതായത് എവിടുന്നോ കുറച്ച് ധാന്യം ആ വീട്ടിലേക്ക് ലഭ്യമാവുകയുണ്ടായി.
धुआं उठा आंगन से ऊपर कई दिनों के बाद. धुआं मैंने പുക. ധുവാം ഉഠ, പുക ഉയർന്നു. ആംഗൻ സെ ഊപ്പർ, ആ വീട്ടുമുറ്റത്തിൽ നിന്ന് മുകളിലേക്ക്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് മുകളിലേക്ക് പുക ഉയർന്നു. കൈ ദിനോം കെ ബാദ്, അതും ഒത്തിരി നാളുകൾക്ക് ശേഷം. അതായത് ആ ധാന്യമണികൾ അല്ലെങ്കിൽ ആ ധാന്യം പാകം ചെയ്യുന്നതിനായി അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷം ആ വീട്ടിൽ അടുപ്പ് കത്തിച്ചു. അങ്ങനെ ആ അടുപ്പ് കത്തിച്ചപ്പോഴുണ്ടായ പുക ആ വീട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയരുവാൻ തുടങ്ങി. ചമക് ഉഠി ഘർ ഫർ കി ആംഖേം കൈ ദിനോം കെ ബാദ്. ചമക്ന മേനെ തിളങ്ങുക, ടു ഷൈൻ. ചമക് ഉഠി, തിളങ്ങി. ഘർ ഫർ കി ആംഖേം, ആംഖേം മേനെ കണ്ണുകൾ. ആ വീട്ടിൽ എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി. കൈ ദിനോം കെ ബാദ്, അതും ഒത്തിരി നാളുകൾക്ക് ശേഷം അന്ന് എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി. അപ്പൊ എല്ലാവരുടെയും കണ്ണുകളിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് പുത്തൻ പ്രതീക്ഷ നിറഞ്ഞു. देखिए हम घर पर की लिखा है, इसका मतलब क्या है? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? घर पर की അർത്ഥാത് घर के मानव का ही नहीं. അപ്പൊ ഇവിടെ घर पर की എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വീട്ടിലെ മനുഷ്യരുടെ കാര്യം മാത്രമല്ല, മനുഷ്യരുടെ കണ്ണുകൾ മാത്രമല്ല തിളങ്ങിയത്, അല്ലെങ്കിൽ മനുഷ്യരുടെ മുഖത്ത് മാത്രമല്ല പുത്തൻ പ്രതീക്ഷയുടെ വെളിച്ചം നിറഞ്ഞത്. ബൽക്കി കുതിയ, छिपकलिया, चूहे आदि सभी जीव जंतुओं की सूचना है. ആ വീട്ടിലെ കുതിയ, ഒറ്റ കണ്ണുള്ള ആ പെൺപട്ടി, ചിപ്കലിയ, അവിടെ ആ ചുമരിലൂടെ എങ്ങനെ പരക്കം പാഞ്ഞു നടന്ന, ഭക്ഷണത്തിനായി ഓടി നടന്ന ചിപ്കലിയ, പല്ലികൾ, ചൂഹെ, എലികൾ തുടങ്ങിയ സഫി ജീവജന്തുവും കി സൂചന ഹെ, എല്ലാ ജീവജാലങ്ങളെയുമാണ് ഇവിടെ ആ ഘർ ഫർ കി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് അവരുടെ മുഖത്ത് പുത്തൻ പ്രതീക്ഷയുണ്ടായി. എന്തെങ്കിലും ആഹാര പദാർത്ഥം കിട്ടുമെന്നൊരു പ്രതീക്ഷ എല്ലാവരുടെയും കണ്ണുകളിൽ ഉണ്ടായി. अंतिम पंक्ति देखिए, कौवे ने खुजलाई पंखें कई दिनों के बाद. कौवे ने खुजलाई पंखें, കൗവേനെ, കൗവമേനെ കാക്ക. കാക്ക എന്ത് ചെയ്തു? ആ വീടിന് പുറത്ത് പുക ഉയരുന്നത് നോക്കി പ്രതീക്ഷയോടെ ഇരുന്ന കാക്ക ഖുജ്ലായി പാങ്കെ, ഖുജ്ലാന മേനെ ചൊറിയുക എന്ന ഖുജ്ലാന എന്ന വാക്കിനർത്ഥം ഇവിടെ കൗവേനെ ഖുജ്ലായി പാങ്കേം എന്നാണ് വന്നിരിക്കുന്നത്. പാങ്ക് മേനെ പങ്ക്, തൂവൽ. കാക്ക തന്റെ പാങ്കേം ഖുജ്ലായി, തന്റെ തൂവലുകളൊക്കെ എന്ത് ചെയ്തു? ഖുജ്ലായി. ഇവിടെ പാങ്കേം ഖുജ്ലാന എന്ന് പറഞ്ഞാൽ തൂവലുകളൊക്കെ കൊത്തിയൊതുക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കാക്ക തൂവലുകൾ കൊത്തിയൊതുക്കി ആഹാര സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി പറക്കുന്നതിന് തയ്യാറെടുക്കുകയാണ്. കൈ ദിനോം കെ ബാദ്, അതും ഒത്തിരി നാളുകൾക്ക് ശേഷം. കാരണം ഒത്തിരി നാളായി കാക്കയ്ക്കും ഒരു തരി ഭക്ഷണം പോലും കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ അതാ വീട്ടിൽ നിന്ന് പുക ഉയരുന്നു. ആ കാഴ്ച അതിന്റെ മനസ്സിലും വലിയ സന്തോഷം നിറച്ചു. അതിന്റെ തൂവലുകളെയൊക്കെ ഒന്ന് കൊത്തിയൊതുക്കി ഭക്ഷണ പദാർത്ഥം ശേഖരിക്കുന്നതിന് വേണ്ടി പറക്കുന്നതിന് തയ്യാറെടുക്കുകയാണ്. तो बच्चों देखिए, यहाँ इस कविता की अंतिम 4 पंक्तियों के द्वारा कवि ने अकाल के बाद की दशा का चित्रण किया है. അപ്പൊ ഇവിടെ ഈ കവിതയുടെ അവസാനത്തെ ഈ 4 വരികളിലൂടെ കവി നാഗാർജുൻ ക്ഷാമത്തിന് ശേഷമുള്ള ആ സന്തോഷം നിറഞ്ഞ സാഹചര്യത്തെയാണ് ചിത്രീകരിക്കുന്നത്. तो देखिए, यहाँ दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद എന്നുള്ള इन पंक्तियों से, ഈ വരികളിലൂടെ കവി क्या कहना चाहते हैं? കവി എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? കവി यहाँ अकाल के बाद की स्थिति का वर्णन करते हैं. കവി ഇവിടെ ക്ഷാമത്തിന് ശേഷമുള്ള ഒരു സാഹചര്യത്തെയാണ് ചിത്രീകരിക്കുന്നത്. कई दिनों के बाद जब खाना पकाती है तब धुआं घर से ऊपर उठने की ओर यहाँ संकेत करते हैं. कई दिनों के बाद, അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം, जब खाना पकाती है, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് കാരണം धुआं घर से ऊपर उठने की ओर यहाँ संकेत करते हैं. ആ ഭക്ഷണം പാചകം ചെയ്തപ്പോൾ അല്ലെങ്കിൽ അടുപ്പ് കത്തിച്ചപ്പോഴുണ്ടായ ആ പുക വീട്ടിന് മുകളിലേക്ക് ഉയരുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. तो देखिए बच्चों, यहाँ कवि ने अकाल के बाद की हालत का चित्रण किस प्रकार किया है? तो ഇവിടെ കവി ക്ഷാമത്തിന് ശേഷമുള്ള ആ സാഹചര്യത്തെ കുറിച്ച് എപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? घर के अंदर दाने का आना,
വീട്ടിനുള്ളിലേക്ക് ധാന്യം എത്തുന്നു. ആംഗൻ സേ ഊപ്പർ ധുയേം കാ ഉട്ന, മുറ്റത്തിന് മുകളിലേക്ക് പുക ഉയരുന്നു, അല്ലെങ്കിൽ വീട്ടിന് മുകളിലേക്ക് പുക ഉയരുന്നു. ഘർ ഫർ കി ആംഖോം കാ ചമക് ഉട്ന, വീട്ടിലെ എല്ലാവരുടെയും കണ്ണുകൾ പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ സന്തോഷം നിറയുന്നു. ഓർ കൗവേക്ക് പങ്കുങ്ക ഖുജിലാന, കാക്ക തന്റെ തൂവലുകൾ കൊത്തിയൊതുക്കി ഭക്ഷണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. तो देखिए बच्चों, हम केवल 8 पंक्तियों वाली एक छोटी सी कविता के द्वारा, അപ്പൊ ഇവിടെ കേവലം 8 വരികൾ മാത്രമുള്ള ഒരു കൊച്ചു കവിതയിലൂടെ कवि नागार्जुन जी ने अकाल की दुर्दशा और उसके बाद की खुशी का सुंदर चित्रण प्रस्तुत किया है. അപ്പോൾ ഇവിടെ കവി നാഗാർജുൻ ജീനെ, നാഗാർജുൻ എന്ന ആ വിഖ്യാതനായ കവി അകാൽ കി ദുർദശ और उसके बाद की खुशी का, ക്ഷാമത്തിന്റെ ആ ദുരിതപൂർണമായ അവസ്ഥയെയും അതിനുശേഷമുള്ള ഖുഷിക, സന്തോഷം നിറഞ്ഞ ആ ഒരു സാഹചര്യത്തെയും കുറിച്ച് സുന്ദർ ചിത്രൻ പ്രസ്തുതി കിയാ ഹെ, മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. കവിത की भाषा भी बहुत सरल है, ठीक है ना? ഈ കവിതയുടെ ഭാഷയും ഇതിന്റെ കാവ്യഭാഷയും बहुत सरल है, വളരെ ലളിതമാണ്, ശരിയല്ലേ? ठीक है बच्चों, अगले क्लास में एक नए पाठ को लेकर हम फिर मिलेंगे. അടുത്ത ക്ലാസ്സിന് മറ്റൊരു പുതിയ പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ധന്യവാദം.